പോഡ്കാസ്റ്റ് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ചാനൽ പാസ്റ്റ് 30 ഡേയ്സിൽ $600 to $10,000 ഇൻകമാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 50,000 to 8 ലക്ഷം രൂപ. ഈ ഒരു ചാനൽ ടെലിവിഷൻ പ്രസന്ററും പോഡ്കാസ്റ്ററുമായ ജോ റോഗൻ എന്ന വ്യക്തിയുടെ പോഡ്കാസ്റ്റിന്റെ ബെസ്റ്റ് മൊമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്ന ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഏതൊരു ലോങ് ഫോം വീഡിയോയും ഷോർട്ട് ഫോം കണ്ടന്റ് ആക്കി എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു നീഷ് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഷോർട്ട് ക്ലിപ്സ് ആണ്. നിങ്ങൾക്ക് ആലോചിച്ച് കറന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ 14 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഷെയർ ഞെക്കിയിട്ട് കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ വെബ്സൈറ്റിന്റെ സഹായത്തോടെയാണ് നമ്മുടെ ലോങ് വീഡിയോസ് ഷോർട്ട് ഫോം കണ്ടന്റ് ആക്കുന്നത്. അപ്പോൾ video.ai എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ സൈൻ ഇൻ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫയൽ ആണെങ്കിൽ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ എന്നിട്ട് സ്റ്റാർട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫോർമാറ്റ്സ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫോം കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ പോർട്രേറ്റ് വീഡിയോ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്വയറും ലാൻഡ്സ്കേപ്പ് മോഡും അവൈലബിൾ ആണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം. 3 എണ്ണം അറ്റ്ലീസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ യൂട്യൂബിന്റെ ഹാൻഡിൽ കൊടുക്കാനായിട്ട് പറ്റും, ഇൻസ്റ്റാഗ്രാമിന്റെ ഹാൻഡിൽ കൊടുക്കാനായിട്ട് പറ്റും, ടിക്ടോക്കിന്റെ ഹാൻഡിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 3ന്റെയും ഹാൻഡിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ 30% സമയം ഇതെടുക്കും. വീഡിയോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇമെയിൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സെലക്ട് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് മൈ പ്രിഫറൻസസ് ഫോർ ഓൾ ഫ്യൂച്ചർ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗോ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പ്രോസസ് ആവുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. വീഡിയോയിൽ നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ റിവ്യൂ ക്ലിപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ചാപ്റ്റേഴ്സും 7 ഷോർട്സും ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോയിലെ ബെസ്റ്റ് മൊമെന്റ്സ് 7 ഷോർട്ട് ഫോം കണ്ടന്റ് ആക്കിയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഫുൾ ആയിട്ട് 3 സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തേത് ഷോർട്സ് ആണ്. അതായത് 7 ഷോർട്ട് ഫോം കണ്ടന്റ് ഈ ഒരു വീഡിയോയിൽ നിന്നും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ വീഡിയോയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എഡിറ്റ് ആൻഡ് ഡൗൺലോഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റ്സ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടു, സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. പിന്നെ നമുക്കിവിടെ സബ് ടൈറ്റിൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബ് ടൈറ്റിലിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഓട്ടോ ആഡ് ഇമോജീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സബ് ടൈറ്റിൽസിൽ വരുന്ന ടെക്സ്റ്റ് കണക്ട് ആയിട്ടുള്ള ഇമോജീസ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യും. നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സബ് ടൈറ്റിൽസ് ഉണ്ട്. 2 വേർഡ്സ് ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ ഒക്കെ ഉണ്ട്. പിന്നെ ഹൈലൈറ്റ് റാൻഡം വേർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഫക്റ്റ് കളർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എലമെന്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗാലറിയിൽ നിന്നും ഇമേജസും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റും. പ്രോഗ്രസ് ബാർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ലോഗോസും ഔട്ട്ഡ്രോയും ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് വീഡിയോ കിടക്കുന്ന ഈ ഒരു ലെയറിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് പ്രോ വേർഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് സബ് ടൈറ്റിൽസിലേക്ക് വന്നിട്ട് എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്ററിൻ്റെ അകത്ത് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫോണ്ട് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടും അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനത് ഡീഫോൾട്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഡൗൺലോഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 720p റെൻഡർ ചെയ്യാനായിട്ട് പറ്റും. 1080p റെൻഡർ ചെയ്യണമെങ്കിൽ പ്രോ വേർഷൻ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് 720p മതി. അപ്പോൾ അത് സെലക്റ്റഡ് ആണ്. കൺഫേം ക്ലിക്ക് ചെയ്യാം. യുവർ വീഡിയോസ് എക്സ്പോർട്ടിങ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വീഡിയോ എക്സ്പോർട്ടായി വരുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ 10ൽ കൂടുതൽ ഷോർട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾ ലോങ് ഫോം വീഡിയോ ഏത് ക്രിയേറ്ററിൻ്റെ അടുത്ത് നിന്നാണ് എടുത്തത് ആ ഒരു ക്രിയേറ്ററിന് ക്രെഡിറ്റ്സ് കൊടുക്കാനായിട്ട് മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ @ ഇട്ട് അവരെ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം മിനിമം ഒരു ഷോർട്ട് വീഡിയോ വെച്ചിടുക. ആൻഡ് ഇത് ഒരു 30 ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാകാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. സോ എനിക്കും ഒരു സന്തോഷമായിരിക്കും. ആൻഡ് യൂട്യൂബിൽ ഗ്രോ ചെയ്യുക എന്നത് ടൈമും എഫേർട്ടും എടുക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.